പ്രഭാതമായിരുന്നു സമയം. മഞ്ഞ നിറമുള്ള സാരി ധരിച്ച തികച്ചും സാധാരണക്കാരിയായ ഒരു ഗ്രാമീണ സ്ത്രീയെപ്പോലെ തോന്നിക്കുന്ന ഒരു യുവതി മെല്ലെ കാൽവെച്ച് അങ്ങാടി ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇതാരും അറിയാതെ പോയതിൽ ഒരു അത്ഭുതവുമില്ല. ഇവർ മറ്റാരുമല്ല, ജില്ലയുടെ കടിഞ്ഞാൺ പിടിക്കുന്ന SP മാഡം അഞ്ജന റാത്തോറാണ്. ആർക്കും തിരിച്ചറിയാൻ കഴിയാതിരിക്കാൻ വേണ്ടിയാണ് അഞ്ജന മനഃപൂർവ്വം ഈ വേഷം സ്വീകരിച്ചത്. പഴയ കാലത്തിന്റെ സ്മരണകളിൽ മുഴുകി നടന്ന അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണർന്നു. ഇന്ന് പണ്ടത്തെ പോലെ വഴിയോരത്തെ തട്ടുകടയിൽ നിന്ന് ഗോൽഗപ്പ കഴിക്കണം. അല്പദൂരം മുന്നോട്ട് നടന്നപ്പോൾ റോഡിന്റെ ഓരത്തായി ചെറിയൊരു തട്ടുകട അവരുടെ കണ്ണിൽ പെട്ടു. ഏതാണ്ട് 50 വയസ്സ് തോന്നിക്കുന്ന മെലിഞ്ഞൊട്ടിയ ഒരു അപ്പൂപ്പൻ അവിടെ ഗോൽഗപ്പ വിൽക്കുകയായിരുന്നു. അഞ്ജന പതിയെ നടന്ന് തട്ടുകടയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, "അങ്കിളെ, ഒരൽപ്പം ഗോൽഗപ്പ എടുത്തു തരണം." അങ്കിൾ ചിരിയോടെ വേഗം എരിവും പുളിയുമുള്ള ഗോൽഗപ്പകൾ ഒരു പ്ലേറ്റിലാക്കി അവരുടെ കയ്യിൽ കൊടുത്തു. അഞ്ജന റാത്തൂർ ഗോൽഗപ്പ വായിൽ വെച്ചതും അവരുടെ മുഖത്ത് സന്തോഷം തുള്ളിത്തുള്ളി നിന്നു. കുട്ടിക്കാലം മുതൽക്കേ ഗോൽഗപ്പകളോട് വല്ലാത്തൊരു കമ്പമായിരുന്നു. പക്ഷേ ഔദ്യോഗിക തിരക്കുകളും ഈ ഓട്ടപ്പാച്ചിലിന്റെ ജീവിതവും കാരണം ഇത്തരം നിമിഷങ്ങൾ അവർക്ക് അപൂർവമായിരുന്നു. അവർ നിശബ്ദമായി ആ രുചി നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ഇൻസ്പെക്ടർ 3-4 ശിപായിമാരുമായി അവിടേക്ക് കടന്നു വന്നു. ഇൻസ്പെക്ടർ തട്ടുകടയുടെ അടുത്ത് നിർത്തിയിട്ട് രോഷത്തോടെ അലറി, "എടാ കിഴവ, വേഗം പണമെടുത്തോ." ഈ അപ്രതീക്ഷിത ശബ്ദം കേട്ട് വൃദ്ധനായ അങ്കിൾ നടുങ്ങി. അദ്ദേഹത്തിന്റെ കൈകൾ വിറച്ചു. അയാൾ വിക്കിക്കൊണ്ട് പറഞ്ഞു, "സാറേ, ഇത് ദിവസത്തിന്റെ തുടക്കമല്ലേ. ഇതുവരെ ഒന്നും വിറ്റുപോയിട്ടില്ല. ആരും വന്നതുമില്ല. സന്ധ്യക്ക് വന്നാൽ ഞാൻ പണം തരാം. ഇപ്പോൾ എന്റെ കൈവശം പണമില്ല." ഇത് കേട്ട് ഇൻസ്പെക്ടർ വിനോദ് റാണയ്ക്ക് രൗദ്രത ഇരച്ചു കയറി. ഒന്നും ആലോചിക്കാതെ അയാൾ അങ്കിളിന്റെ കവിളിൽ ശക്തിയായി ഒരടി കൊടുത്തു. ഇത് കണ്ട് അഞ്ജന റാത്തോർ അമ്പരന്നു പോയി. അവർ ഉടൻ തന്നെ മുന്നോട്ട് വന്നു പറഞ്ഞു, "ഇൻസ്പെക്ടർ സാബ്, നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തോട് പണം ആവശ്യപ്പെടുന്നത്? എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഇദ്ദേഹത്തെ തല്ലിയത്? ഒരു കാരണവുമില്ലാതെ ഒരു പാവപ്പെട്ടവനോട് ഇങ്ങനെ പെരുമാറാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല." ഇൻസ്പെക്ടർ അവരെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, "നീ ഇതിൽ തലയിടണ്ട. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിനക്കറിയാമോ? കൂടുതൽ സംസാരിച്ചാൽ ഇപ്പോൾ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യും. മിണ്ടാതെ അവിടെ നിന്നു." അഞ്ജന ക്രോധത്തോടെ മറുപടി നൽകി, "നോക്കൂ, നിങ്ങൾ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. പാവപ്പെട്ടവരിൽ നിന്ന് പണം പിരിക്കണമെന്ന് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല. നിങ്ങൾ ഈ സാധുവിനോട് ക്രൂരത കാണിക്കുകയാണ്. ഇതിന്റെ ദുരന്തഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. സ്വയം നന്നാവുക." ഇത് കേട്ട് ഇൻസ്പെക്ടർക്ക് ഭ്രാന്തു പിടിച്ചു. ദേഷ്യത്തിൽ അയാൾ സ്വയം മറന്ന് അഞ്ജനയുടെ കവിളിൽ ശക്തിയായി ഒരടി കൊടുത്തു. അടിയുടെ ആഘാതത്തിൽ അഞ്ജന ഒരൽപ്പം ആടിപ്പോയെങ്കിലും ഉടൻ സ്വയം നിയന്ത്രിച്ചു. അവർ രോഷത്തോടെ പറഞ്ഞു, "നിങ്ങൾ എന്നെ കൈവച്ചു. ഇനി ഞാൻ നിങ്ങളുടെ പേരിൽ FIR എഴുതും." ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി. "FIR-ഓ? നിനക്ക് മനസ്സിലായില്ലേ? കൂടുതൽ സംസാരിച്ചാൽ നിനക്ക് വീട്ടിലെത്താൻ കഴിയാത്ത വിധം ഞാൻ തല്ലും. പോവുക ഇവിടുന്ന്, അല്ലെങ്കിൽ തല്ലി പുറത്താക്കും." ഇൻസ്പെക്ടർ ദേഷ്യത്തോടെ വീണ്ടും ഗോൽഗപ്പക്കാരൻ അങ്കിളിന്റെ കോളറിൽ പിടിച്ചു. എന്നിട്ട് അലറി, "ഡാ കിഴവാ, കൂടുതൽ കളിക്കണ്ട. വേഗം പണം താ, അല്ലെങ്കിൽ നിന്റെ തട്ടുകട ഇപ്പോൾ ഞാൻ തട്ടിമറിക്കും." ഇത്രയും പറഞ്ഞ് ഇൻസ്പെക്ടർ തട്ടുകടയിൽ ശക്തിയായി ഒരൊറ്റ ചവിട്ട് കൊടുത്തു. തട്ടുകട മറിഞ്ഞ് എല്ലാ ഗോൽഗപ്പകളും വഴിയിലാകെ ചിതറി. പാവം അങ്കിൾ ഭയം കൊണ്ട് കരയാൻ തുടങ്ങി. അയാൾ മുട്ടുകുത്തിയിരുന്ന് ചിതറിക്കിടക്കുന്ന ഗോൽഗപ്പകൾ പെറുക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇൻസ്പെക്ടർ വടിയെടുത്ത് അങ്കിളിന്റെ പുറത്ത് ആഞ്ഞൊരടി വെച്ചു. അങ്കിൾ കൈകൂപ്പി യാചിച്ചു, "സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. വൈകുന്നേരം വന്നോളൂ. ഞാൻ സമ്പാദിക്കുന്നത് മുഴുവൻ തരാം. ദയവായി എന്നെ തല്ലരുത്. എന്നോട് ക്ഷമിക്കണം." ഇത് കേട്ടപ്പോൾ അഞ്ജന റാത്തോറിന് സഹിക്കാനായില്ല. അവർ രോഷത്തോടെ മുന്നോട്ട് ചെന്ന് പറഞ്ഞു, "അങ്കിളെ, നിങ്ങൾ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്? ഇവർ പാവപ്പെട്ടവരോട് മര്യാദയില്ലാത്തവരാണ്. ഇവർക്ക് ലജ്ജയില്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് തട്ടുകടയിട്ട് നിങ്ങളുടെ കുടുംബം പോറ്റുന്നു. ഇക്കൂട്ടർ നിങ്ങളുടെ അധ്വാനം കവർന്നെടുക്കുന്നു. ഇൻസ്പെക്ടർ സാബ്, ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ അളവ് കാട്ടിത്തരും." ഇൻസ്പെക്ടർ പരിഹസിച്ചു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഓ, നിനക്ക് അത്ര ധൈര്യമോ? നീ എനിക്ക് എന്റെ അളവ് കാട്ടിത്തരുമോ? എന്റെ മുന്നിൽ നിന്റെ വലുപ്പം എന്താണ്? പോയി നിന്റെ ജോലി നോക്ക്. കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ നിനക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാകും."
ഇത്രയും പറഞ്ഞിട്ട് ഇൻസ്പെക്ടറും കൂടെയുണ്ടായിരുന്ന ശിപ്പായിമാരും തിരിച്ചു നടന്നു. പോകുമ്പോൾ ഇൻസ്പെക്ടർ തിരിഞ്ഞു നിന്ന് അങ്കിളിനെ ഭീഷണിപ്പെടുത്തി. വൈകുന്നേരം ഞാൻ വീണ്ടും വരും. പണം കിട്ടിയില്ലെങ്കിൽ നീയും നിന്റെ തട്ടുകടയും ഇവിടെ ഉണ്ടാകില്ല. മനസ്സിലായോ? അതും പറഞ്ഞ് അവർ സ്ഥലം വിട്ടു. അഞ്ജന റാത്തൂർ ഉടൻ തന്നെ അങ്കിളിന്റെ അടുത്തെത്തി സ്നേഹത്തോട് ചോദിച്ചു, അങ്കിൾ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പേടിക്കണ്ട, വീട്ടിലേക്ക് പോകൂ. ഈ പോലീസുകാരെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അങ്കിൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ, നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തത്? അതിന്റെ പേരിൽ നിനക്കല്ലേ അടികിട്ടിയത്? നീ എന്ത് ചെയ്യാനാണ്? അവരൊക്കെ പോലീസ് ഭീകരന്മാരാണ്. വർഷങ്ങളായി അവർ ഞങ്ങളുടെ ഈ ക്രൂരത കാണിക്കുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിനക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ അതൊക്കെ വിട്ടേക്ക്. അഞ്ജന ദീർഘമായി ശ്വാസമെടുത്ത് മറുപടി നൽകി. ഇല്ല അങ്കിളെ, ഇനി ഇത് മതിയായി. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ല. ഈ ആളുകൾക്ക് അവരുടെ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും. നിങ്ങൾ പേടിക്കണ്ട, വീട്ടിൽ പോയി വിശ്രമിക്കൂ. ഇത്രയും പറഞ്ഞ് അഞ്ജന റാത്തൂർ അവിടം വിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ റോഡിൽ നടന്ന സംഭവങ്ങളെല്ലാം അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അലയടിച്ചു. അവരുടെ രക്തം തിളക്കുകയായിരുന്നു. അവർ മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചു, ഇവരെ വെറുതെ വിടില്ല. ആദ്യം ഈ ഇൻസ്പെക്ടറെ റിപ്പോർട്ട് എഴുതി സസ്പെൻഡ് ചെയ്യിപ്പിക്കും. അടുത്ത ദിവസം രാവിലെ അഞ്ജന റാത്തൂർ തികച്ചും സാധാരണക്കാരിയായ സ്ത്രീയുടെ രൂപത്തിൽ ഒരുങ്ങി. വെള്ള നിറത്തിലുള്ള സാരി ധരിച്ച് തന്റെ യാതൊരു ഔദ്യോഗിക പദവിയെയും വെളിപ്പെടുത്താതെ അവർ പോലീസ് സ്റ്റേഷനിലെത്തി. അവർ അകത്തേക്ക് കടന്നപ്പോൾ അവരുടെ കണ്ണ് ഒരു ഹെഡ് കോൺസ്റ്റബിളിൽ ഉടക്കി. ഇന്നലെ റോഡിൽ ഇൻസ്പെക്ടറിനൊപ്പം ഉണ്ടായിരുന്ന അതേ പോലീസുകാരൻ. അഞ്ജന നേരെ അയാളോട് ചോദിച്ചു, ഇൻസ്പെക്ടർ വിനോദ് റാണ എവിടെയാണ്? ഹെഡ് കോൺസ്റ്റബിൾ മറുപടി പറഞ്ഞു, മാഡം, അദ്ദേഹം എന്തോ ആവശ്യത്തിന് ടൗണിൽ പോയിരിക്കുകയാണ്. SHO സാബും പുറത്തു പോയിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നിലെ വാതിൽ വഴി SHO രാകേഷ് വർമ്മ അകത്തേക്ക് വന്നു. വെള്ള സാരി ധരിച്ച ആ സ്ത്രീയെ കണ്ടപ്പോൾ അയാൾ നേരെ അഞ്ജന റാത്തൂറിന്റെ അടുത്തേക്ക് ചെന്നു. എന്താണ് മാഡം, എന്താണ് കാര്യം? എന്തിനാണ് ഇവിടെ വന്നത്? പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാർക്കും SHO രാകേഷ് വർമ്മയ്ക്കും മുന്നിൽ നിൽക്കുന്ന ഈ സാധാരണക്കാരി സ്വന്തം ഇൻസ്പെക്ടർക്കെതിരെ റിപ്പോർട്ട് കൊടുക്കാൻ വന്ന ജില്ലയുടെ SP അഞ്ജന റാത്തൂർ ആണെന്ന് ഒട്ടും മനസ്സിലായില്ല. അഞ്ജന റാത്തൂർ തന്റെ മൃദുവെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, സർ, എനിക്ക് ഇൻസ്പെക്ടർ വിനോദ് റാണയ്ക്കെതിരെ റിപ്പോർട്ട് കൊടുക്കണം. അദ്ദേഹം റോഡരികിലെ ഒരു വൃദ്ധനായ ഗോൽഗപ്പക്കാരനെ തല്ലി. അയാളുടെ തട്ടുകട മറിച്ചിട്ടു. സാധനങ്ങൾ വഴിയിലാകെ ചിതറി. ഞാൻ തടഞ്ഞപ്പോൾ എന്നെയും കൈവച്ചു. അദ്ദേഹം ആ പാവത്തോട് വലിയ അതിക്രമമാണ് കാണിച്ചത്. അതുകൊണ്ട് ഇൻസ്പെക്ടർ വിനോദ് റാണയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ഇവിടെ വന്നതാണ്. നിങ്ങൾ ഉടൻ റിപ്പോർട്ട് എഴുതണം. ഇത് കേട്ട് SHO രാകേഷ് വർമ്മ അമ്പരന്നു. അയാൾ അഞ്ജനയെ നോക്കി പറഞ്ഞു, നിങ്ങൾ ആർക്കെതിരെയാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അദ്ദേഹം ഇവിടുത്തെ ഇൻസ്പെക്ടറാണ്. ഞങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് എഴുതാൻ കഴിയും? പിന്നെ എന്താ, ഒരു അടി കൊടുത്താൽ എന്താ? അതൊക്കെ വിട്ടേക്കോ. ആ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാനാകും? നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട, വീട്ടിലേക്ക് പോകൂ. ഇത് കേട്ട് അഞ്ജനയുടെ രോഷം അണപൊട്ടി. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, നോക്കൂ, എന്നെ നിയമം പഠിപ്പിക്കാൻ വരണ്ട. ഈ നാട്ടിലെ എല്ലാ പൗരനും തുല്യരാണ്. ദരിദ്രനായാലും ധനികനായാലും ആര് തെറ്റ് ചെയ്താലും നടപടിയെടുക്കണം. എല്ലാവർക്കും നീതി കിട്ടാൻ അവകാശമുണ്ട്. നിങ്ങൾ റിപ്പോർട്ട് എഴുതിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെയും നടപടിയെടുക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? രാകേഷ് വർമ്മ ഇത് കേട്ട് രോഷം പൂണ്ടു. അയാൾ ദേഷ്യത്തോടെ ശബ്ദമുയർത്തി, നിനക്കത്ര ധൈര്യമോ? നീ ഞങ്ങളുടെ പേരിൽ റിപ്പോർട്ട് കൊടുക്കുമെന്നോ? ഞാൻ വിചാരിച്ചാൽ ഇപ്പോൾ നിന്നെ അകത്തിടാൻ കഴിയും. കൂടുതൽ വർത്തമാനം പറയാതെ ഇവിടെ നിന്ന് പോവുക. ഞങ്ങൾക്ക് എത്ര അധികാരമുണ്ടെന്ന് നിനക്കറിയില്ല. മിണ്ടാതെ ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അഞ്ജന റാത്തൂർ അയാളുടെ കണ്ണുകളിൽ തന്നെ നോക്കി പറഞ്ഞു, നിങ്ങൾക്കും നിങ്ങളുടെ ഇൻസ്പെക്ടർക്കും നിങ്ങളുടെ അളവ് കാട്ടിത്തരേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഞാൻ ഇനി തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സ്റ്റേഷനിൽ തുടരാൻ കഴിയില്ല. എന്റെ വാക്കുകൾ ഓർമ്മയിൽ വെക്കുക. ഇത്രയും പറഞ്ഞ് അവർ രോഷത്തോടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിളും മറ്റു ശിപ്പായിമാരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എല്ലാവരുടെയും മനസ്സിൽ ഒരേയൊരു ചോദ്യം, ഇത്ര ധൈര്യത്തോടെ സംസാരിച്ചു പോയ ആ സ്ത്രീ ആരാണ്? അഞ്ജന റാത്തൂർ വീട്ടിലെത്തി. അവരുടെ ദേഷ്യം അപ്പോഴും കെട്ടടങ്ങിയിരുന്നില്ല. അവർ സ്വയം പറഞ്ഞു, ഈ സ്റ്റേഷന് ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ അവർ കവർന്നെടുക്കും. ഈ നാട് നശിക്കും.
ഇനി ഇവരെ തുറന്നു കാട്ടുക തന്നെ വേണം. അവർ ഒട്ടും താമസിയാതെ തീരുമാനമെടുക്കുകയും DM വികാസ് യാദവിന്റെ ഓഫീസിലെത്തുകയും ചെയ്തു. അകത്തെത്തിയ ഉടൻ തന്നെ നടന്ന സംഭവങ്ങളെല്ലാം അവർ DMനെ ധരിപ്പിച്ചു. എല്ലാം കേട്ടപ്പോൾ DMന്റെ രക്തവും തിളച്ചു. അദ്ദേഹം കർശനമായ സ്വരത്തിൽ പറഞ്ഞു, അഞ്ജന മാഡം, നിങ്ങൾ പറഞ്ഞതെല്ലാം അത്യധികം ലജ്ജാകരമാണ്. പക്ഷേ നടപടിയെടുക്കാൻ നമുക്ക് തെളിവുകൾ വേണം. നിങ്ങളുടെ കൈവശം വല്ല തെളിവുകളുമുണ്ടോ? അഞ്ജന ഉടൻ തന്നെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അതെ സർ, എന്റെ കൈവശം തെളിവുകളുണ്ട്. ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുക്കാൻ പോയപ്പോൾ എന്റെ ഫോണിലെ റെക്കോർഡിംഗ് ഓൺ ചെയ്തിരുന്നു. അതിൽ SHO രാകേഷ് വർമ്മയുടെ സംഭാഷണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നോക്കൂ. ഇതിൽ ഇൻസ്പെക്ടർ വിനോദ് റാണ അങ്കിളിനെ അടിക്കുന്നതും തട്ടുകട തട്ടിമറിക്കുന്നതും കാണാം. ഈ ദൃശ്യങ്ങൾ ഞാൻ അവിടെ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ നിന്ന് എടുത്തതാണ്. DM റെക്കോർഡിംഗും ദൃശ്യങ്ങളും കണ്ടു. അദ്ദേഹത്തിന്റെ ദേഷ്യം 7ാം സ്വർഗത്തിലെത്തി. അദ്ദേഹം പറഞ്ഞു, ഇവർ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള പോലീസുകാർ സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ സാധാരണക്കാർ ഭയന്ന് നീതി തേടാതിരിക്കും. ഞാൻ നാളെ രാവിലെ പത്രസമ്മേളനം വിളിക്കും. അതിലെല്ലാ വലിയ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും ഉണ്ടാവും. അവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഇവരുടെ ചെയ്തികൾ തുറന്നു കാട്ടി സസ്പെൻഡ് ചെയ്യും. മാഡം, നിങ്ങൾ വിഷമിക്കേണ്ട. നാളത്തെ ദിവസത്തിനായി കാത്തിരിക്കൂ. മീറ്റിംഗിൽ തീർച്ചയായും വരണം. അഞ്ജന റാത്തോർ തലയാട്ടി വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ ജില്ലയിലെ ഏറ്റവും വലിയ ഓഫീസിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തു. ഹോൾ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. മാധ്യമ ക്യാമറകൾ മിന്നിക്കൊണ്ടിരുന്നു. വലിയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും ESP, SDM, ഇൻസ്പെക്ടർമാർ, IPS ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരും അവിടെ സന്നദ്ധരായിരുന്നു. അന്തരീക്ഷം ശാന്തമായി. എന്നാൽ എല്ലാവരിലും ഒരു ആകാംക്ഷ നിറഞ്ഞു നിന്നു. ഇന്ന് എന്ത് വെളിപ്പെടുത്താനാണ് പോകുന്നതെന്നറിയാൻ എല്ലാവരും കാത്തിരുന്നു. ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങി. ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും നേതാക്കന്മാരും മാധ്യമങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം മുന്നിലിരിക്കുന്നു. അപ്പോഴാണ് DM വികാസ് യാദവ് മൈക്ക് എടുത്തത്. അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരു വളരെ ഗുരുതരമായ വിഷയം അറിയിക്കാനാണ് വിളിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ വിനോദ് റാണയും SHO രാകേഷ് വർമ്മയും ചെയ്ത ഒരു പ്രവൃത്തി പോലീസിന്റെ യൂണിഫോമിനെ കളങ്കം വരുത്തിയിരിക്കുന്നു. ജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഈ യൂണിഫോമിലിരുന്ന് അവർ പാവപ്പെട്ടവരോട് അതിക്രമം കാണിക്കുകയും നിയമത്തെ പരിഹസിക്കുകയും ചെയ്തു. ഇത് കേട്ട് ഹാളിലാകെ അടക്കം പറച്ചിലുകൾ തുടങ്ങി. എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. അപ്പോഴാണ് DM മൈക്ക് SP അഞ്ജന റാത്തോറിന് നേരെ നീട്ടിയത്. അഞ്ജന റാത്തോർ ആത്മവിശ്വാസത്തോടെ മൈക്കെടുത്തു. അവർ പറഞ്ഞു, പോലീസിന്റെ കർത്തവ്യം ജനസേവനമാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇതേ പോലീസ് ജനങ്ങളോട് അതിക്രമം കാണിക്കുമ്പോൾ നമ്മൾ ശബ്ദമുയർത്തേണ്ടി വരും. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എന്റെ ജില്ലയിലെ തന്നെ ഇൻസ്പെക്ടർ വിനോദ് റാണയും SHO രാകേഷ് വർമ്മയും പാവപ്പെട്ടവരിൽ നിന്ന് പണം പിരിക്കുന്നതും മർദ്ദിക്കുന്നതും നിയമം ദുരുപയോഗം ചെയ്യുന്നതും നേരിട്ട് കണ്ടു. ഞാൻ ഇതിനുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അത് കാണുക. ഇത്രയും പറഞ്ഞതും ഹാളിലെ വലിയ സ്ക്രീനിൽ വീഡിയോ പ്രദർശിപ്പിച്ചു. വീഡിയോയിൽ ഇൻസ്പെക്ടർ വിനോദ് റാണ വഴിയോരത്തെ വൃദ്ധനായ ഗോൽഗപ്പക്കാരനെ അടിക്കുന്നതും തട്ടുകട തട്ടിമറിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും വ്യക്തമായി കണ്ടു. പിന്നീട് സ്റ്റേഷനിൽ വെച്ച് SHO രാകേഷ് വർമ്മ ആ സ്ത്രീയോട് മോശമായി പെരുമാറുന്നതും റിപ്പോർട്ട് എഴുതാൻ വിസമ്മതിക്കുന്നതും കാണിച്ചു. വീഡിയോ അവസാനിച്ചപ്പോൾ ഹാളിൽ ശബ്ദഘോഷമുയർന്നു. മാധ്യമപ്രവർത്തകർ ക്യാമറ ഫ്ലാഷിംഗ് വർദ്ധിപ്പിച്ചു. പല രാഷ്ട്രീയ നേതാക്കളും രോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ തുടരാൻ യാതൊരു അവകാശമില്ലെന്നും ഉടൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനുശേഷം അഞ്ജന റാത്തോർ തന്റെ റെക്കോർഡിംഗ് എല്ലാവരെയും കേൾപ്പിച്ചു. അതിൽ SHO രാകേഷ് വർമ്മയുടെ മോശമായ വാക്കുകളും റിപ്പോർട്ട് എഴുതാതിരിക്കാനുള്ള വ്യക്തമായ ശബ്ദവും മുഴങ്ങി. ഇപ്പോൾ അന്തരീക്ഷം കൂടുതൽ കലുഷിതമായി. എല്ലാവരും ദേഷ്യത്തിലായിരുന്നു. അപ്പോഴാണ് DM വികാസ് യാദവ് വീണ്ടും മൈക്കെടുത്തത്. അദ്ദേഹം കർശനമായ ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ ഇൻസ്പെക്ടർ വിനോദ് റാണയെയും SHO രാകേഷ് വർമ്മയെയും ഉടൻ പ്രാബല്യത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവർക്കെതിരെ വകുപ്പ് തല നടപടികളും ആരംഭിക്കും. ഇങ്ങനെയുള്ളവർക്ക് ഈ സേനാ വിഭാഗത്തിൽ ഒരിടവുമില്ല. പോലീസ് ആയാലും നിയമത്തിന് മുകളിൽ ആരുമില്ല. ഹാളിൽ നീണ്ട കരഘോഷം മുഴങ്ങി. മാധ്യമങ്ങളുടെ ക്യാമറകൾ തുടർച്ചയായി ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങി. പല നേതാക്കളും മുന്നോട്ട് വന്ന് DMന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചു. അപ്പോഴാണ് ഒരു മുതിർന്ന നേതാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, അഞ്ജന മേഡത്തെ പോലെയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് ഈ ജില്ലയുടെ അഭിമാനം.
നിങ്ങൾ എടുത്ത ഈ ധീരമായ നടപടി സാധാരണ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നിലനിർത്തും. അഞ്ജന റാത്തൂർ മൈക്ക് ഏറ്റെടുത്തു പറഞ്ഞു. ഈ പോരാട്ടം ആ വൃദ്ധനായ തട്ടുകടക്കാരന് വേണ്ടി മാത്രമായിരുന്നില്ല. വർഷങ്ങളായി അനീതി സഹിച്ച് ജീവിക്കുന്ന ഓരോ ദരിദ്രനും ഓരോ പൗരനും വേണ്ടിയായിരുന്നു. ഇനി ഒരു പാവപ്പെട്ടവനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഹാളിൽ വീണ്ടും കയ്യടി മുഴങ്ങി. ഇൻസ്പെക്ടർ വിനോദ് റാണയെയും SHO രാകേഷ് വർമ്മയെയും പോലീസ് സംരക്ഷണത്തിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. രണ്ടുപേരുടെയും മുഖത്ത് ലജ്ജയും ദേഷ്യവും വ്യക്തമായിരുന്നു. അഞ്ജന റാത്തൂർ പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇന്ന് ഒരു മാതൃക സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ജില്ലയിൽ ഒരു ദരിദ്രനും നീതിക്ക് വേണ്ടി അലയേണ്ടി വരില്ല. ജനങ്ങളോട് ക്രൂരത കാണിക്കുന്നവർക്ക് ഇതേ ശിക്ഷ തന്നെയായിരിക്കും ലഭിക്കുക. അന്നു മുതൽ ജില്ലയിലാകെ ഈ സംഭവം ചർച്ചാ വിഷയമായി. SP മാഡം അത് സാധിച്ചെടുത്തു. ദരിദ്രനായ തട്ടുകടക്കാരൻ അങ്കിളിന്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷെ ഈ തവണ ആ കണ്ണുനീർ വേദനയുടേതായിരുന്നില്ല, ആശ്വാസത്തിൻ്റെതായിരുന്നു. അഞ്ജന റാത്തൂറിന്റെ ഈ ധീരമായ നടപടിയിലൂടെ ജില്ലയിലാകെ ഒരു പുതിയ സന്ദേശം അലയടിച്ചെത്തി. നിയമത്തിനു മുന്നിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വേർതിരിവുകളില്ല. നിയമം എല്ലാവർക്കും തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെ ഉന്നമനവും നീതിബോധവും മുൻനിർത്തിയുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും ഒട്ടനേകം കഥകൾ ദിവസവും കേൾക്കുവാൻ ഞങ്ങളുടെ മലയാളി വോയിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനലിൽ നൽകിയ എല്ലാ പിന്തുണകൾക്കും അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒരേ മനസ്സോടെ നന്ദി പറയുന്നു.